മോളെ റൂബി, അച്ഛനൊന്ന് വന്ന് സഹായിക്കും മോളെ. അമ്മേ, അച്ഛൻ വിളിക്കുന്നു. അച്ഛൻ എന്നെയല്ലല്ലോ, നിന്നെയല്ലേ വിളിച്ചത്. ഈ മടിയത്തികളെ കൊണ്ട് ഞാൻ തോറ്റു. മോളെ മിനിക്കുട്ടി, നീ റെഡി ആവുന്നില്ലേ? അച്ഛൻ ഇപ്പൊ വരും. എന്തിനാ അജിത ഇത്ര നേരത്തെ പോകുന്നേ? ഓണം കഴിഞ്ഞല്ലേ ഉള്ളൂ, ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? അത് വേണ്ട ആന്റി, അവര് പൊക്കോട്ടെ. അതെന്താ പിച്ചു, നിങ്ങളുടെ ഓണക്കളികളൊക്കെ കഴിഞ്ഞോ? ഓ, കളിച്ചോടത്തോളൊക്കെ മതിയായി ചേച്ചി. എന്റെ മോള് ജീവനോട് രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. ഇവരെ കൂടെ ഒന്നും കളിപ്പിക്കണ്ടെന്ന കരുണൻ ചേട്ടൻ പറഞ്ഞേക്കുന്നത്. ഓ, എങ്കിൽ നിന്റെ കരുണൻ ചേട്ടനോട് ഗൾഫിൽ നിന്ന് 2 അറബികളെ കൊണ്ടുവരാൻ പറ, മക്കളായിട്ട് കളിപ്പിക്കാൻ. ആ ദേ ചിറ്റപ്പൻ വരുന്നുണ്ട്. ചിറ്റപ്പന്റെ ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ടാ വന്നേക്കുന്നത്. കൊറേ ഉണ്ടല്ലോ. ഹായ്. ബിൽഡിംഗ് ബ്ലോക്സോ? ഇവരെന്താ വീട് പണിയാൻ പോകുന്നു? ഹായ്, ബിൽഡിംഗ് ബ്ലോക്സോ? എടുക്ക് പിച്ചു, വാ നമുക്ക് അതോട്ട് കളിക്കാം. ചിറ്റപ്പ, വണ്ടി കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക്. ആ, പോരട്ടെ 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 പോരട്ടെ. ആ ആ പോരട്ടെ. ആ, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. തിരിക്കി പോട്ടെ 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 പോട്ടെ. നിൽക്കട്ടെ. സ്റ്റോപ്പ്. ആ, മതി. ഓക്കെ, ഇനി ഞാൻ വാരിയിട്ടോളാം. ചിറ്റപ്പൻ അവിടെ തന്നെ ഇരുന്നു, ഇപ്പൊ തന്നെ പോവാനുള്ളതല്ലേ. ഞാനെല്ലാം വാരിയിട്ടോളാതെ. ചിറ്റപ്പൻ എവിടെ പോകുന്നു? ആന്റിയല്ലേ പറഞ്ഞത് അവരിപ്പൊ തന്നെ വീട്ടിൽ പോകുന്നു. അതാ ഞാൻ പറഞ്ഞത്. അവര് പോക്കോട്ടെ ആന്റി. എടി റൂബി, എന്നെ ഒന്ന് സഹായിച്ചൂടെ? കുത്തിരിക്കുന്ന നേരം കൊണ്ട്. ഓ, എല്ലാം ഞാൻ അല്ല, ആര് പോകുന്ന കഥ ഇവിടെ പറയുന്നേ? ഞാനാണോ? മോനെ ബിച്ചു, ഇതൊന്നും നിനക്കുള്ളതല്ല. എന്റെ മോൾക്ക് കളിക്കാൻ ഞാൻ വാങ്ങിയതാ. ഇവിടെ എടുക്കുന്നൊക്കെ കൊള്ളാം. നിന്റെ മാമന്റെ കയ്യിൽ നിന്ന് കാശ് എനിക്ക് മേടിച്ചു തരണം. കാശൊക്കെ മാമനും ചിറ്റപ്പനും കൂടി എങ്ങനെ എഴുതുന്ന വെച്ചാൽ വാങ്ങിച്ചോ. ഞങ്ങൾ എന്തായാലും തൊട്ട് കളിക്കാൻ തീരുമാനിച്ചു. റൂബി ഒന്ന് സഹായിക്കി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കയറിയതാ. അല്ലെങ്കിൽ ഇതും കൊണ്ട് പോകും ചിറ്റപ്പൻ. പോട്ടെ. എന്തൊരു വീട്ട. എല്ലാരും അവിടെ മരിച്ചിരുന്നോട്ടോ, ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെടാം. എല്ലാം കഴിയുമ്പോ വന്നോളും. അയ്യോ. ആ, ഞാനിപ്പോ ഇറങ്ങാം. കാലൊടിക്കുന്ന തോന്നേ. അല്ല ചിറ്റപ്പ, ഇന്ന് തന്നെ പോണോ? ആ, ഇന്ന് തന്നെ പോണം. വാ കേറ് മോളെ, വാ കേറ്. നിന്റെ മാമനോട് പോയി കാശ് മേടിച്ചു. ഓ, നേരം വൈകി. മാമ, ചിറ്റപ്പൻ കാശ് ചോദിക്കുന്നു. എന്തെങ്കിലും കൊടുത്ത് വിടുന്നേ, പൊക്കോട്ടെ. മാമന്റെ കയ്യിൽ എവിടെന്നാ മോനെ കാശ്? എന്റെ കെട്ടിയോനെ കൊണ്ട് എല്ലാ പണി എടുപ്പിച്ച് കൈയും കാലും ഒടിഞ്ഞിവിടെ ഒരാഴ്ച കടന്നു. എന്നിട്ടിപ്പോ ഈ സാധനങ്ങൾക്ക് കാശും ഇല്ലെന്നോ? വാ മനുഷ്യ, നമുക്ക് പോവാം. ഇനി ഒരു നിമിഷം ഇവിടെ നിക്കണ്ട. വെച്ചു, എന്റെ ബുദ്ധിയൊക്കെ ഒരാൾ കുറഞ്ഞിട്ടില്ലേ? നമുക്ക് ഇനി ഒറ്റയ്ക്ക് കളിച്ചുകൂടി. ഇതൊക്കെ ഒറ്റയ്ക്കല്ല, നമുക്കെല്ലായിരിക്കും കൂടി നല്ലായിരിക്കും. ബിച്ചുവിന്റെ ബുദ്ധി കൊള്ളാലോ. അപ്പൊ ശരിയാക്കി തരാം കേട്ടോ. അച്ഛാ, ഈ ബിച്ചു നമ്മളെ പറ്റിച്ചു. ഇവിടുന്ന് കാശൊന്നും കിട്ടില്ലാന്ന് തോന്നുന്നു. വാ നമുക്ക് പോവാം. ഈ കരുണനെ പറ്റിക്കാനും മാത്രമായോ നിങ്ങള്? ഇടിക്കടി സാധനങ്ങളൊക്കെ. വാ നമുക്ക് പോവാം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. വാ മോളെ. എന്നാലും എന്റെ കാശിന് പകരമായിട്ട് ഒരു കാര്യം ചെയ്. ഈ വീട്ടിലെ സകല പാത്രങ്ങളും വരിച്ച് എന്റെ വണ്ടിയിലിട്. നമുക്ക് അത് കൊണ്ടുപോയി വിറ്റ് കാശ് മുതലാക്കാം. അയ്യോ കരുണ, ചതിക്കല്ലേ. കാശ് ഞാൻ കിട്ടുമ്പോ തരാം. ഇപ്പൊ നീ ഇവരെയും കൊണ്ട് പോ. കാശ് ഞാൻ വീട്ടിലേക്ക് എത്തിച്ചേക്കാനേ. ഒന്ന് പറയാ അജിതേ. ഒന്നില്ലെങ്കിൽ ഒരാഴ്ച കഞ്ഞിമപ്പടം തന്നതല്ലേ ഞങ്ങള്. കൈ 10 വയസ്സില്ലാതെ ഓണം കൂടാൻ വന്ന് ഇവനെ ഞാനിവിടെ കയറ്റി കടത്തിയില്ലേ. അത് തന്നെ വലിയ കാര്യമല്ലേ കരുണ? ആ, നിങ്ങൾ കയറ്റി കടത്തി, അത് ഞാൻ അനുഭവിച്ചു. കാള കുത്തുകൊണ്ട് ഒരാഴ്ച മനുഷ്യനെ ഞാൻ പറ്റാതെ കഞ്ഞിയും പയറും മാത്രം കുടിച്ച് കടന്നത്. ഏറ്റിടുന്ന എല്ലാ പാത്രങ്ങളും ഇവരും കൂടി കൂട്ടി ഞാൻ കേസ് കൊടുക്കും. നോക്കിക്കോ. അയ്യോ, എന്റെ ടോമിക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രം എടുക്കല്ലേ കരുണ. ഇത്തിരി കരുണ കാണിക്കേ. എന്നിൽ നിന്ന് ഒരു കരുണയും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ടോമിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഒരാൾക്കും ഭക്ഷണം കഴിക്കാനുള്ളൊരു പാത്രം ഞാൻ ബാക്കി വെക്കൂല. എല്ലാ പാത്രവും ഞാൻ കൊണ്ടും. ഓട്ടുപാത്രം എല്ലാം ഉണ്ടളിയാ. ഓട്ടുപാത്രം എന്റെ വീട്ടിലുണ്ട് കരുണ ചിറ്റപ്പ. വീട്ടിൽ വന്ന് തരാം. എടാ വിച്ചു, നീ എന്താ ശരിക്കും പൊട്ടനാണോ? ഇവൻ പാത്രങ്ങൾ കൊണ്ടുപോകുന്നത് ഷോക്കേസിൽ വെക്കാനല്ല, വിറ്റ് കാശ് മേടിക്കാനാ. അതെ, കരുണനെ പറ്റിക്കാൻ ആരും നോക്കണ്ട. ഇതുകൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ബിച്ചു, നിന്റെ വീട്ടിലെ ഓട്ടുപാത്രങ്ങൾ ഞാൻ എന്തായാലും കൊടുക്കും. കൊച്ചിങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ള പാത്രമെങ്കിലും വെച്ചിട്ട് പോകരുണ. അയ്യോ, എന്റെ പുതിയ ബക്കറ്റ്. കരുണ അത് പൊട്ടിപ്പോവും. ആക്രിക്കടയിൽ പൊട്ടിയത് കൊടുത്താലും കുഴപ്പമില്ല. ഇതൊക്കെ മതി. ആ, ആയെങ്കിൽ പോകാം നമുക്ക്. മോളെ വാ കേറ്. ആയിട്ടില്ലേ ചേട്ടാ, കുറച്ചുകൂടി ഉണ്ട്. അതെല്ലാം എടുക്ക്. ഈ കുക്കറും കൂടി വെക്കാം. ആ, മതി. ഈ വേറെ വണ്ടി വിളിക്കേണ്ടി വരും. ഇതുള്ളത് കൊണ്ടുപോയി കൊടുക്കാം. എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. അല്ലെ മനസ്സിലായിക്കോ. ഓ കരുണ, ഈ ഒരു കരുണയില്ലാത്തവനായി പോയല്ലോ. മനുഷ്യ, നിങ്ങൾ നോക്കിക്കണോ? എന്റെ കുക്കർ പാത്രങ്ങളൊക്കെ പോണേണ്ടില്ലേ? എനിക്ക് വിഷമായിട്ട് പാടില്ല. ചിറ്റപ്പ പോകണോ? നീ മുതലിനെ കൂടി കൊണ്ടോ? അത് ഞാൻ മറന്നു. വേഗം വന്ന് കേറ് പോളെ.
ആവൂ, അവര് പോയി. ഇനി നമുക്ക് കളിക്കാം. പൊട്ടനും പോയി, ബട്ടനും പോയി, കുക്കറും പോയി, എല്ലാം പോയി. എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? നിന്റെ ബുദ്ധിയൊക്കെ കൊള്ളാം. പക്ഷെ കരുണൻ ചിറ്റമ്മിലെ പോലീസ് പിടിക്കുമെന്ന എന്റെ പേടി. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് കുറെ കളിപ്പാട്ടം കിട്ടില്ലേ. വാ നമുക്ക് കളിക്കാം. ആ ചുമപ്പേ നീലൊക്കെ അവിടെ വെക്ക, എനിക്ക് വേണം. നീ എന്താ കാറാണ് ഉണ്ടാക്കാൻ പോകുന്നേ റൂബി? കാറല്ല, യന്ത്രമനുഷ്യൻ. ഇതോ? സൂപ്പർ ഐഡിയ. കൊള്ളാം കൊള്ളാം. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്ക്. ഞങ്ങൾക്കാണ് കളിക്കുന്നത്. ഞാനിപ്പൊ കാണിച്ചു തരാൻ, നോക്കിക്കോ. ഓ എന്നാലും ഭയങ്കര കഷ്ടമായിപ്പോയി. എൻ്റെ എല്ലാ പാത്രങ്ങളും തീർന്നു. ഇനി പിള്ളേർക്ക് ഞാൻ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് ദൈവമേ. ഈ എന്തിനാണ് കരയുന്നത്? അല്ലെങ്കിൽ ആ പാത്രങ്ങളൊക്കെ പോയാനെ. ഇൻസ്റ്റാൾമെന്റിന് കാശ് കൊടുത്തിട്ട് മാസം കുറയായി. അവര് വന്ന് പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞപ്പോൾ കരണ്ടം വന്ന് പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോയത്. അത് തന്നെ പാപ്പ ഞാനും പറഞ്ഞത്. ഇനി ഇൻസ്റ്റാൾമെന്റ് കരണ്ടും ചിറ്റപ്പന്റെ പുറകെ കുറച്ചാള് നടക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ഒരു ബുദ്ധി. ഇവിടെ ഇനി കറി വെക്കാൻ പാത്രമില്ല. അതിനെന്ത് ചെയ്യുമെന്ന് പറ. മാമനും മോനും കൂടി നിന്നേക്കാം. ഓണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. കളിച്ച് നടക്കാം മാമനും മോനും. ഇവിടെ ഭക്ഷണത്തിന് ഒരു വകയില്ല. രണ്ടുപേരും നാളെ മുതൽ മര്യാദക്ക് ജോലിക്ക് പോയിക്കൊള്ളണം കേട്ടോ. ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ പാത്രം? ആ അതും ശരിയാ. എന്താ ആന്റി, പരിപ്പ് ഉരുട്ടിയതാണോ ഉണ്ടാക്കുന്നത്? ഇത് പരിപ്പൊന്നുമല്ല, ഇത് പനീറാ. ആന്റി പനീർ വെച്ചൊരു പുതിയ റെസിപ്പി ഉണ്ടാക്കിയതാ. നല്ല മണം വരുന്നുണ്ടല്ലോ ആന്റി. എന്റെ അമ്മ ആയതുകൊണ്ട് പറയുന്നതല്ല, അമ്മ ഉണ്ടാക്കുന്നതെല്ലാം നല്ല രുചിയാ. അത് ശരിയാ. മക്കളെ, പനീർ മസാല ബോൾസ് റെഡി. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. കാണാൻ നല്ല രസമുണ്ടായി. അതെ അതെ ശരിയാ, നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ താടിയും. ലച്ചുവിനാണ് ആദ്യം കൊടുക്കുന്നേ. എങ്ങനെയുണ്ട് ലച്ചു? കൊള്ളാലോ ആന്റി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുക.